Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രഡീഷണൽ 4 മണി പലഹാരമാണ് ഓട്ടട. എനിക്ക് തോന്നുന്നു പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഓട്ടുപാത്രങ്ങളിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ അതിപ്പോഴും. അതുകൊണ്ടാവാം ഓട്ടട എന്നുള്ള പേര് വന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ആദ്യം ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി എടുത്ത് നമുക്ക് ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റി ഗോതമ്പ് പൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ മാവ് ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി ലൂസായതിന് ശേഷം ആ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ശേഷം നല്ല ഇല എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ഇല എടുത്ത് വാട്ടമൊന്നും വേണ്ട, വെറുതെ ആ പച്ച ഇല തന്നെ മതി. ആ ഇലകളെടുത്ത് ഓരോ ചപ്പാത്തി മാവിന് നമ്മൾ എത്രത്തോളം ചപ്പാത്തി മാവ് ഉപയോഗിക്കുന്നു അത്രയും എടുത്ത് ഇലയിലേക്ക് എടുത്ത് നേർമയായിട്ട് പരത്തിയെടുക്കുക. കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ, വളരെ ഈസി ആയിട്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു വെള്ളം വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഷേപ്പിലേക്ക് എത്തും. അതുപോലെ ഓരോ ഇലകളും എടുത്ത് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നു ശർക്കരയും തേങ്ങയും. വേണമെങ്കിൽ ഇതിനകത്ത് 1-2 ഏലക്ക കൂടി ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് അത്ര ടേസ്റ്റ് പിടിക്കാത്തതുകൊണ്ട് ഏലക്കയുടെ ടേസ്റ്റ് ഇതിന് പിടിക്കാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഇലയിൽ വച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തേക്ക് മിശ്രിതം ചേർത്ത് അത്യാവശ്യത്തിന് അതിൻ്റെ ടേസ്റ്റ് കൂട്ടണം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ മധുരം കൂട്ടണം എന്നുള്ളവർക്ക് ശർക്കര കൂട്ടാം, തേങ്ങ കൂട്ടാം. ഇതൊക്കെ ആവശ്യത്തിന് കേട്ടോ. അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. ഓരോരുത്തർ രുചിക്ക് അനുസരിച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് ആ ചേർത്ത മിശ്രിതം ഇതിനകത്തെല്ലാം ഇതുപോലെ ചേർത്ത് വയ്ക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ അടയും ഇതുപോലെ മടക്കിയെടുത്ത് ഒന്നൊന്ന് പരത്തി കൊടുക്കുക, എല്ലായിടത്തും ഒന്ന് എത്താൻ പാകത്തിന്. ചിലപ്പോൾ ഈ അരികത്തൊന്നും കുട്ടികൾക്ക് ഇതൊക്കെ നോക്കിയിരിക്കുന്ന കുട്ടികളാണേ. സോ ഇതെല്ലായിടത്തും എത്താൻ പാകത്തിനും പരത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഭംഗിയായിട്ട് മടക്കിയെടുക്കുക. ഇതാണ് അട ഉണ്ടാക്കി വയ്ക്കാൻ. ഇനി ഉണ്ടാക്കിയാനുള്ള ഒരു പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചൂട് കട്ടിയുള്ള പാത്രം വച്ചതിന് ശേഷം ഓരോ അടകളായിട്ട് നമ്മൾ പതുക്കെ സിമ്മിലാക്കരുത്, കുറച്ചുകൂടി മീഡിയം ലെവലിൽ വെച്ച് ഓരോ അടകളും ചുട്ടെടുത്തതേ ഇതേ പരുവത്തിലാക്കിയെടുക്കും കേട്ടോ. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അകത്തൊന്നും കരിഞ്ഞിട്ടോ പൊരിഞ്ഞിട്ടോ ഒന്നുമില്ല, വളരെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കുക. ഇതിനകത്ത് എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലങ്ങളിലൊക്കെ അമ്മമാരൊക്കെ സ്കൂൾ വിട്ട് വരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പലഹാരത്തിൽ പെട്ടതാണ് ഇതെല്ലാം. അപ്പോൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. Wow, so tasty. Oh my god. അപ്പോൾ എല്ലാവരും ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതെന്താണെങ്കിലും ഗുഡ് ഓർ ബാഡ് എന്താണെങ്കിലും അതിൻ്റെ റെസ്പോൺസ് നിങ്ങളുടെ അഭിപ്രായം പറയുക. ചാനൽ സ്ഥിരമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.